So hi guys, this is the answer sheet of a candidate who's going to appear for UPSC 2026 mains. So ആൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 1.5 മാർക്കാണ്. The question is from geography, specifically about lithium triangle. So what is the lithium triangle? Examine its importance in the context of global energy transitions and electric mobility. So the question directly pivots on lithium triangle. Why? Because it is in news. It is actually mentioned in current affairs of all academies. You might have witnessed that. And the question is to examine. So the directive here is examine. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബൽ എനർജി ട്രാൻസിഷൻസ് ആൻഡ് ഇലക്ട്രിക് മൊബിലിറ്റി. ഇവിടെ ലിഥിയം ട്രയാങ്കിൾ ഇസ് ദി റീജിയൻ ഓഫ് അർജന്റീന, ബൊളീവിയ ആൻഡ് ചിലി വിത്ത് വേൾഡ്സ് 75% ആൻഡ് അബവ് ലിഥിയം റിസർവ്സ്. സോ അത് നമ്മൾ എഴുതുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഗ്രാമാറ്റിക്കൽ ഇഷ്യൂ ഉള്ളത് പോലെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലുള്ളൊരു എഴുതരുത് സെൻറ്റൻസിൻ്റെ ഒരു ഫ്രെയിമിങ്ങിൽ. അത് ശ്രദ്ധിക്കുക. സോ ഫാക്ച്വലി നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 75% എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതൽ. നമുക്ക് എപ്പോഴും ഒരു മിഡിൽ പാത്ത് വിളിച്ചാൽ മതി. കാരണം ഓസ്ട്രേലിയയൊക്കെ ഹ്യൂജ് പ്രൊഡക്ഷൻ നടത്തുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അർജന്റീന, ബൊളീവിയ ആൻഡ് ചിലി എന്ന് പറയുന്നത് വേൾഡിൻ്റെ ഒരു 60% അല്ലെങ്കിൽ ഒരു 50% എബവ്, മോർ ദാൻ 50% എന്നുള്ള നിലയ്ക്ക് പറഞ്ഞാൽ മതി. ഒരു അപ്രോക്സിമേറ്റ് നമ്പർ വെച്ചാൽ 60% ആണ്. ആൻഡ് ഇതിനെ ഒരു ക്വാളിറ്റേറ്റീവ് റിച്ച് ആകണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇത് ആൻഡസ് മൗണ്ടൻസിലാണുള്ളത്. ആൻഡസ് മൗണ്ടനകത്തുള്ള അല്ലെങ്കിൽ അവിടെയുള്ള സലൈൻ ഫോർമേഷൻ വെച്ചാൽ ഉപ്പിൻ്റെ അംശമുള്ള അണ്ടർഗ്രൗണ്ട് ഫോർമേഷൻസ്, അവിടെ നിന്നാണ് നമ്മൾ ലിഥ്യത്തെ മൈൻ ചെയ്ത് എടുക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. എങ്ങനെ? നമുക്കിതിന് റാങ്കിങ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. വേണമെങ്കിൽ എന്ന് പറയാം റാങ്കിങ് വൈസ് ബൊളീവിയയാണ് ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ള സ്ഥലം ഫസ്റ്റ്, പിന്നെയുള്ളത് ചിലി, ആൻഡ് ദെൻ കംസ് അർജന്റീന. ഓക്കെ, റാങ്കിങ്ങിൽ ബൊളീവിയ ഫസ്റ്റ് ആണെങ്കിലും ഏറ്റവും കുറച്ച് മാത്രം കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലമാണ് ബൊളീവിയ. സോ കൊമേഴ്ഷ്യലൈസേഷൻ വളരെ കുറവാണ് ബൊളീവിയയിൽ നടന്നിട്ടുള്ളൂ. ചിലിയിൽ ഹൈ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് അർജന്റീന ഈസ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അർജന്റീന. ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. സോ ദി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഇസ് ലിഥിയം ട്രയാങ്കിൾ? അപ്പോൾ നമുക്ക് ലിഥിയം ട്രയാങ്കിളിനെ പറ്റിയൊരു ചോദ്യം ജോഗ്രഫിയിൽ വരുമ്പോൾ നമ്മളിത് വെറുതെ പറഞ്ഞു വിടുകയല്ല, റാദർ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മാപ്പ് ബേസ്ഡ് ആയിട്ടൊരു വർക്കും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഈ മാപ്പ് വരയ്ക്കുമ്പോഴേക്കും ദിസ് ഇസ് നോട്ട് ക്ലിയർ. ഇത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയൊക്കെയാണ് വരച്ചിരിക്കുന്നത്. സോ ഇത് നോട്ട് നെസസറി, ഇങ്ങനെയല്ല ഈ ഫിഗറോട് വരേണ്ടത്. ആ ഫിഗർ എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. സോ ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു ഫിഗർ വരയ്ക്കാതെ അതിന് വാല്യൂ അഡിഷൻ കൊടുക്കണം. ഇതാണ് നമ്മുടെ ആൻഡസ് മൗണ്ടൻ റേഞ്ചസ്. 1, ദിസ് ഇസ് അർജന്റീന. 2, 3. അപ്പോൾ നമുക്ക് നോക്കൂ, ഈ പറയുന്ന ആൻഡസ് മൗണ്ടൻ റേഞ്ചസിൻ്റെ താഴെയുള്ള സലൈൻ ഫോർമേഷൻസിൽ നിന്നാണ്, ഇവിടെ മാത്രമല്ല കേട്ടോ, ഇങ്ങോട്ടും ഇതിൻ്റെ ഇപ്പുറത്ത് കടലാണല്ലോ. സോ ഇങ്ങോട്ടുള്ള ഓഷ്യാനിക് റീജിയനിലൊക്കെ ലിഥിയത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. നമുക്കത് അവിടെ നിന്ന് ആണ് ഇവർ മൈൻ ചെയ്തെടുക്കേണ്ടത്. ഈ ലിഥിയം ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ 60% ലിഥിയം മൈൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു ബെൽറ്റിൽ നിന്നാണ്. ദിസ് ബെൽറ്റ്. സോ ദിസ് ഇസ് ദി ലിഥിയം ട്രയാങ്കിൾ. ഇത് 1 എന്ന് പറയുന്നത് അർജന്റീന, 2 ഇസ് ബൊളീവിയ, 3 ഈസ് ചിലി. അപ്പോൾ ഇത് വെറുതെ ഒരു പടം മാത്രം വരച്ച് വെച്ചാൽ വാല്യൂ അഡിഷൻ ആകുന്നില്ല. നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഏതാണ് സ്ഥലത്ത് മാപ്പ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണ്? ഇതെന്താണ് ഈ ലിഥിയം കൊണ്ടുള്ള ഗുണം എന്നുള്ളതും കൂടെ മാപ്പ് ചെയ്യാം. 1, ക്ലീൻ എനർജി, ക്ലീൻ ട്രാൻസ്പോർട്ട്. ദെൻ വാട്ട് ഡസ് ഇറ്റ് പ്രൊവൈഡ് അഗെയിൻ? consumer electronics, sustainability, battery technology. ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് ഈ സ്ഥലമാണ്. ഇനി ഒരു കണ്ടന്റ് കൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഫിഗർ നിർത്താം. ബ്രൈൻ ബേസ്ഡ് ആണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ. ഈസി ടു പ്രോസസ്. വൈ? ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ അഗെയിൻ വി ഹാവ് ദിസ് മൈനിങ്. പക്ഷേ അവിടെ കുറച്ചും കൂടി വേറൊരു ഫോമിലാണ്, വേറൊരു കെമിക്കൽ ഫോർമാറ്റിലാണ് നമ്മൾ അവിടെ മൈൻ ചെയ്തെടുക്കുന്നത്. ഇവിടുത്തത് ബ്രൈൻ ബേസ്ഡ് ആണ്. സോ വിച്ച് ഇസ് ഈസി ടു പ്രോസസ്. നമ്മൾ ഇതിനെ ഒരു കൃത്യം ബോക്സിലാക്കി ലെജൻസ് മാർക്ക് ചെയ്ത് ഫിഗർ ഡെപ്പിക്റ്റിംഗ് ലിഥിയം ലിഥിയം ട്രയാങ്കിൾ. ഈ മാപ്പ് വർക്കാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടിയിരുന്നത്. Now, coming back to the question, we have established what lithium triangle is with a diagram and the content, necessary content. So, നമുക്ക് എല്ലാവർക്കും അറിയാം, right now we are witnessing a transition from a fossil fuel economy to an electric based one. So, electric based one എന്ന് പറയുമ്പോഴേക്കും ബാറ്ററി ടെക്നോളജി സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ആ ബാറ്ററി ടെക്നോളജിക്കകത്ത് വേണ്ട ഫ്യൂവലും ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്ററി ടെക്നോളജിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺസിലാണെങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകളിലാണെങ്കിലും ഒക്കെ ബാറ്ററി ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത് ലിഥിയം ആണ്. ലിഥിയം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ.
അത് എന്ത് തരം ട്രാൻസിഷൻ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് രണ്ട് ഇലക്ട്രിക് മൊബിലിറ്റിയിലും ഗ്ലോബൽ എനർജിയിലും. സോ നെക്സ്റ്റ് ഹെഡിങ് ഷുഡ് ബി ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ. അത് മാപ്പ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഗുഡ്. Lithium and batteries help in reducing dependence on fossil fuel for energy transition, help achieve Paris goals. അത് ഓക്കെയാണ്. ഹെൽപ്സ് ഇൻ ഇ-മൊബിലിറ്റി, റീപ്ലേസിംഗ് പെട്രോൾ ആൻഡ് ഡീസൽ ആസ് ഫ്യൂവൽസ്. ലൈഫ് ഇനിഷ്യേറ്റീവ് ഓക്കെയാണ്. കുറച്ചും കൂടി സ്പെസിഫിക് പോയിൻറ്റ്സ് നമുക്കിവിടെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ബേസിക്കലി റിന്യൂവബിൾ എനർജിയുടെ സ്റ്റോറേജ് തന്നെ മൊത്തം ടോട്ടൽ സെറ്റപ്പിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ റിന്യൂവബിൾ എനർജി സ്റ്റോറേജ് എങ്ങനെയാണ്? ഗ്രിഡ്, സ്കെയിൽ, ബാറ്ററി. ഇതാണ് നമുക്ക് വേണ്ട ഒരു സ്പെസിഫിക് പോയിൻറ്റ്. രണ്ടാമത്തത്, ഈ ഓരോ രാജ്യങ്ങളും തന്നെ പലതരം നാഷണൽ ഫ്രെയിം വർക്ക്സ് കൊണ്ടുവരുന്നുണ്ട്. കാരണം ക്വസ്റ്റ്യൻ ഇസ് സീക്കിംഗ് ദി ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ. സോ ട്രാൻസിഷൻ സീയിങ് ഇൻ ദെയർ പോളിസീസ്, എന്തൊക്കെ ചേഞ്ചസ് അവിടെ കാണുന്നുണ്ടെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ഷുഡ് ബി ഇവോൾവിങ് നാഷണൽ ഫ്രെയിം വർക്ക്സ്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അർജൻറ്റീന, ചിലി പോലുള്ള സ്ഥലങ്ങളിൽ പ്രൈവറ്റൈസേഷൻ ശക്തമായി വരുന്നുണ്ട്. അർജൻറ്റീനയിൽ പ്രൈവറ്റൈസേഷൻ ശക്തമായി വരുന്നുണ്ട്, പ്രൈവറ്റ് പാർട്ടീസിനെ കൂടുതൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. ചിലി പോലുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി ഹൈ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സോ അവിടെ കുറച്ചും കൂടി റെഗുലേഷൻ നടക്കുന്നുണ്ട്, സ്റ്റേറ്റിൻ്റെ റെഗുലേഷൻ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസൊക്കെ അതിന് വേണ്ടിയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇനി ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇത് സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോൾ ഇന്ത്യ ലിമിറ്റഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. വി ഹാവ് ആക്ച്വലി സൈൻഡ് ആൻ MOU ടു ഹാവ് ഡയറക്റ്റ് ആക്സസ് ടു ദി ലിഥിയം റിസർവ്സ്. ഡയറക്റ്റ് ആക്സസ്. കോൾ ഇന്ത്യ ലിമിറ്റഡ് is signing an MOU seeking direct access for the lithium mined from the lithium triangle region. ഓക്കെ, സോ ഇങ്ങനെയുള്ള സ്പെസിഫിക് കണ്ടന്റ് നമ്മൾ കൊടുക്കണം. ഇത് തെറ്റല്ല, പക്ഷേ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് ഇലക്ട്രിക് മൊബിലിറ്റി. ഇ-മൊബിലിറ്റിയിലേക്ക് പോയി. ലിഥിയം ആൻഡ് ബാറ്ററീസ് ആർ മോർ എഫിഷ്യൻറ്റ് ആൻഡ് ലെസ് പൊള്യൂട്ടിങ്. സോ ചോദ്യത്തിൻ്റെ ഡിമാൻഡ് ഇതൊന്നുമല്ല സീക്ക് ചെയ്യുന്നത്. നോട്ട് മെറ്റ്. ഡിമാൻഡ് നോട്ട് മെറ്റ്. ഡിമാൻഡ് മീറ്റ് ചെയ്തതുകൊണ്ടാണ് നേരത്തെ 1.5 മാർക്സ് കിട്ടിയത്. സെമി കണ്ടക്ടർ ഡെവലപ്മെൻറ്റിന് വേണം ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയാം AI, വി ആർ ഓൾ ലിവിങ് ഇൻ ആൻ ഏജ് ഓഫ് AI. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. AI എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാണ് ലിഥിയം ഇൻവോൾവ് ആവുന്നത്? ബിക്കോസ് AI സിസ്റ്റംസിന് കണ്ടിന്യൂസ് നോൺ ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ വേണം. നോൺ ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പവർ സപ്ലൈ വേണം. സോ ഈ കണ്ടിന്യൂസ് പവർ സപ്ലൈ എൻഷുർ ചെയ്യണമെങ്കിൽ വി നീഡ് ടു സ്റ്റോർ എനർജി. അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ വി നീഡ് ദി ഹൈ ഡെൻസിറ്റി ബാറ്ററി ടെക്. സോ അത് ലിഥിയം, അതുപോലെ നിക്കൽ, കാഡ്മിയം പോലുള്ള ബാറ്ററി ടെക്നോളജി വെച്ചിട്ടാണ് നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന സെമി കണ്ടക്ടർ ലിഥിയം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ ചൈന. ഹെജമണി ഓഫ് ചൈന, ദാറ്റ് ഇസ് ദെയർ. ചൈന വലിയ ലാർജസ്റ്റ് പ്രൊഡ്യൂസറൊന്നുമല്ല, കൺസ്യൂമറാണ് ചൈന. സോ ദേ ഹാവ് ഡയറക്റ്റ് റിലേഷൻസ് വിത്ത് ലിഥിയം ട്രയാങ്കിൾ. കുറച്ചൊക്കെ അവർ മൈൻ ചെയ്യുന്നുണ്ട്, കൂടാതെ അവർക്ക് ബൾക്കായിട്ട് അവർ പർച്ചേസ് ചെയ്യുന്നുണ്ട് വാല്യൂ അഡീഷന് വേണ്ടിയിട്ട്. US അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്, അത് ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവാണ്. ലിഥിയം സെമി കണ്ടക്ടർ ഡെവലപ്മെൻറ്റ്, ഹാസ് റോൾ ഇൻ ബാറ്ററി ഡെവലപ്മെൻറ്റ്. അഗെയിൻ ദീസ് ആർ ഓൾ ഡ്യൂപ്ലിക്കേഷൻസ് അല്ലേ? ദീസ് ആർ ഓൾ ഡ്യൂപ്ലിക്കേഷൻസ്. ബട്ട് ഡോണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഐഡിയാസ്. മാത്രമല്ല ഡിമാൻഡ്, അഗെയിൻ ഇതിലൊന്നും പ്രോപ്പർ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നില്ല. ചോദ്യം എന്താണ്? ചോദ്യം പറയുന്നത് ചേഞ്ചിങ് ആയിട്ടുള്ള ട്രാൻസിഷനാണ്. ഗ്ലോബൽ സിനാരിയോയിലുള്ള ട്രാൻസിഷൻ, എനർജി സിനാരിയോയിലുള്ള ട്രാൻസിഷനാണ്. അത് മീറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇ-മൊബിലിറ്റിയെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്, അതും മീറ്റ് ചെയ്തിട്ടില്ല. റീചാർജബിൾ ബാറ്ററീസ്, അഗെയിൻ ദിസ് ഇസ് അഗെയിൻ എ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദി ലാസ്റ്റ് പോയിന്റ്. ലിഥിയം ട്രയാങ്കിൾ ഇൻ സൗത്ത് അമേരിക്ക ഹാസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഫോർ ട്രാൻസ്ഫോമിംഗ് വേൾഡ്. ഓക്കെ, ഇതിനൊരു കാര്യമില്ല, ജസ്റ്റ് എന്തോ എഴുതിയതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതല്ല. എന്തായിരുന്നു പകരം ഇവിടെ എഴുതേണ്ടിരുന്നത്? ഒന്ന്, ഈ സിസ്റ്റമിക് ചേഞ്ച് എന്താണ്? ഒന്ന്, ടാക്സ് ബാരിയേഴ്സ്. അർജൻറ്റീന ടാക്സ് ബാരിയേഴ്സ് മാറ്റി കൂടുതൽ ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ മൈനിങ് ഫേംസിന് ടാക്സ് ബാരിയേഴ്സ് ഒഴിവാക്കി അർജൻറ്റീന. സോ ദാറ്റ് ഇസ് വൺ പോയിന്റ് വിച്ച് യു ക്യാൻ ഇൻകോർപ്പറേറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലി, അവർ ന്യൂ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ്, അതിന് മാൻഡേറ്റ്സ് കൊണ്ടുവന്നു. ദാറ്റ് anything which is being any company involving with Chile in terms of lithium mining should give public companies of Chile a 50% stake. അതാണ് അവരുടെ ഒരു മാൻഡേറ്റ്. മോർ ദാൻ 50% stake. അതായത് ചിലിക്കും അതിൽ നിന്ന് ഗുണം വേണം എന്നുള്ളതാണ് അവരുടെ കൂടുതൽ റെഗുലേഷൻ. ബിക്കോസ് ചിലി നന്നായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ മൈൻ ചെയ്തെടുക്കുന്ന ഒരു സ്ഥലമാണ് ചിലി. സോ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ നാഷണലൈസേഷൻ പ്രോട്ടോകോൾസിൻ്റെ ഭാഗമായിട്ട് അത് കൊണ്ടുവന്നതാണ്. സോ ബേസിക്കലി പബ്ലിക് ഇക്വിറ്റി സ്റ്റേക്സ് അവർക്ക് കൂടുക എന്നുള്ളതാണ്. പബ്ലിക് ഇക്വിറ്റി
സ്റ്റേക്സ്. ടെക്നോളജിക്കൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ. സോ ടെക്നോളജിക്കൽ ഷിഫ്റ്റ് അതൊരു ട്രാൻസിഷനാണ്. ടെക്നോളജിയുടെ ഷിഫ്റ്റ് ഓർ ട്രാൻസിഷൻ അതും നമുക്ക് പറയാം. അതായത് മുൻകാലങ്ങളിലുള്ളത് വ്യത്യസ്തമായിട്ട് ഡയറക്റ്റ് എക്സ്ട്രാക്ഷൻ ടെക്നോളജീസ്, നമുക്ക് ഡയറക്റ്റ് ലിഥിയം എക്സ്ട്രാക്ഷൻ ടെക്നോളജി, DLE ഡയറക്റ്റ് ലിഥിയം എക്സ്ട്രാക്ഷൻ ടെക്നോളജി, അത് നമ്മളിപ്പം ആക്റ്റീവായിട്ട് പോസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. എന്താണ് ഗുണം? സാധാരണഗതിയിൽ നമുക്ക് ഒത്തിരി വെള്ളം നഷ്ടപ്പെടാറുണ്ട്. മാത്രമല്ല ലിഥിയത്തിനെ മൈൻ ചെയ്തെടുക്കുന്നത് സലൈൻ സൊല്യൂഷനിൽ നിന്നാണ്, ഉപ്പടങ്ങുന്ന വെള്ളത്തിൽ നിന്നാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് ഈ സാധനത്തിനെ. അത് സാധാരണഗതിയിൽ സൂര്യപ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ സൺ ഡ്രൈ ചെയ്തിട്ടുണ്ട്, സൂര്യപ്രകാശം അടിച്ച് പറ്റുന്ന രീതിയിലാണ് അതിനെ നമ്മൾ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ അതിനെ എടുത്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഡയറക്റ്റായിട്ട് അതിനെ എടുക്കാൻ പറ്റുന്ന അയണിക് ഇൻട്രാക്ഷൻസ് വഴി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന മെക്കാനിസംസ് ഇപ്പോൾ ഉണ്ട്. സോ ദാറ്റ് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ഈ വെതർ പാറ്റേൺസിൻ്റെ ഷിഫ്റ്റ് അനുസരിച്ചിട്ടൊന്നും ഒരു തരത്തിലും ഇഫക്റ്റ് ഇല്ലാതെ, അതായത് മഴയാണ് വെയിലില്ല മഴയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ലല്ലോ. സോ എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് അവിടെ കൊണ്ടുവരുന്നത്. അതാണ് DLE എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? അയണിക് നമ്മൾ ബേസിക്കലി ലിഥിയം അയൺസിനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ നിന്ന് ലിഥിയം അയൺസിനെ മാത്രം നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ കൊണ്ടുവരുന്നത്. സോ ബേസിക്കലി DLE ടെക്നോളജി വരുമ്പോൾ അവിടെ വീണ്ടും ഒരു പ്രശ്നമുണ്ട്. അതിനും ഹൈ എനർജി ഡിമാൻഡാണ്. ആ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അഗെയിൻ ഒന്നിലത് സോളാർ സെൽസ് വെച്ചിട്ട് സോളാർ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമ്മളത് റൺ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ ഡീസൽ ജനറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അത് പമ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ സോളാറും അതുപോലെ ഡീസൽ ജനറേറ്റേഴ്സുമാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്, ഇതിൻ്റെ ഒരു ദി അതർ സൈഡാണ്. സോ അതും നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. നൗ പിന്നെ അടുത്തത് നമ്മൾ ഇലക്ട്രിക് മൊബിലിറ്റിയെ പറ്റി പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഗ്രിഡ് സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ്, BESS. ഇനി അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലേക്ക് വരുമ്പോൾ, ബേസിക്കലി ഈ മൊബിലിറ്റിയിലേക്ക് വരുമ്പോൾ ബസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ട്രാൻസിഷൻ ഇൻ ബാറ്ററി ടെക്നോളജി. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് സാധാരണഗതിയിലുള്ള LFP ബാറ്ററീസാണ്, ലിഥിയത്തിൽ നിന്നുണ്ടാക്കുന്ന ബാറ്ററീസാണ്. അപ്പോൾ അതിൻ്റെ ലിഥിയത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്യൂരിറ്റി കുറച്ചും കൂടി കോംപ്രമൈസ്ഡ് ആയാലും കുഴപ്പമില്ല. അതിൽ നിന്ന് നമ്മളിപ്പോൾ ട്രാൻസിഷൻ ചെയ്യുന്നത് SSB ബാറ്ററീസിലേക്കാണ്. എന്താണ് SSB ബാറ്ററി? സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിലേക്കാണ്. അത് കുറച്ചും കൂടി ഡെൻസാണ്, കൂടുതൽ പ്യൂരിറ്റിയുള്ള ലിഥിയം നമുക്ക് ആവശ്യമുണ്ട്. സോ അതൊരു ട്രാൻസിഷനാണ്. ബേസിക്കലി ലിഥിയം ആനോഡാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്റ്റെല്ലാൻറ്റിസ് എന്ന് പറഞ്ഞ കമ്പനി, അതുപോലെ BYD പോലുള്ള കമ്പനീസും, BYD, ജനറൽ മോട്ടോഴ്സ്, അമേരിക്കയുടെ ജനറൽ മോട്ടോഴ്സ്, അതുപോലെ ഫോർഡ് പോലുള്ള കമ്പനീസൊക്കെ ദേ ഹാവ് ഡയറക്റ്റ് റിലേഷൻസ്. ദേ ആർ ട്രൈങ് ടു ക്യാപ്ചർ ഡയറക്റ്റ് റിലേഷൻസ് വിത്ത് ദീസ് ലിഥിയം പ്രൊഡ്യൂസിങ് കൺട്രീസ്. എന്തിനാണ്? ബിക്കോസ് ഓഫ് ദെയർ ദേ വോണ്ട് ടു ഡെവലപ്പ് ദ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇവർക്കൊരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മിഡിൽ മാൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് അത് സോഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ദേ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അതർ കൺട്രീസ്. ജിയോ പൊളിറ്റിക്കലി അത് അഫക്റ്റ് ചെയ്യുന്നതാണ് അവരെ. പലതരത്തിലും കൺട്രീസിൻ്റെ സോവറിനിറ്റിയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് റൈറ്റ് നൗ ഡിപ്പെൻഡ് ഓൺ ചൈന, ഓസ്ട്രേലിയ, എക്സെട്ര. സോ ആ ഡിപ്പെൻഡൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ദിസ് വിൽ ഹെൽപ്പ്. സോ ദീസ് ഈച്ച് ആൻഡ് എവറി കമ്പനീസ് ദേ ആർ ആക്ച്വലി ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ഗുഡ് റിലേഷൻഷിപ്സ് വിത്ത് ദീസ് കൺട്രീസ്. ഇനി ഇന്ത്യ, നമുക്കിപ്പോൾ വെനെവർ യു റൈറ്റ് ആൻ ആൻസർ ഇറ്റ് ഷുഡ് ബി ഇന്ത്യ സ്പെസിഫിക്, അത് മറക്കരുത്. സോ എപ്പോഴും ഞാൻ കുട്ടികളോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഏതൊരു ആൻസർ എഴുതിയാലും ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് എഴുതണം. ബിക്കോസ് സിവിൽ സർവീസ് എക്സാമിനേഷൻ വേണ്ടത് ഇന്ത്യയിലെ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കുന്ന ഒരു ആൻസർ റൈറ്റിംഗ് ശൈലിയാണ് നമുക്ക് വേണ്ടത്. കാരണം യു ആർ ഗോയിങ് ടു ബി ആൻ ഓഫീസർ ഇൻ ദി ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ യുവർ ആൻസർ ഷുഡ് റിഫ്ലക്ട് ദാറ്റ് കൈൻഡ് ഓഫ് കണ്ടന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റനിൽ ഇന്ത്യ എങ്ങനെയാണ് വരുന്നത് ഈ പിക്ചറിലേക്ക്, ഈ ഗ്ലോബൽ ട്രാൻസിഷനിൽ എങ്ങനെയാണ് ഇന്ത്യ വരുന്നത്? വി ഹാവ് 70% ഡിപ്പെൻഡൻസി ഓൺ ചൈന ഫോർ അവർ ലിഥിയം നീഡ്സ്. നമ്മുടെ ബാറ്ററി ടെക്നോളജിക്ക് നമ്മൾ 70% നോക്കൂ, ഹൈ, അത്രയും നമ്മൾ ചൈനയുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അത് കുറയ്ക്കണം. മാത്രമല്ല വി ഹാവ് ദിസ് കമ്മിറ്റ്മെൻറ്റ് നെറ്റ് സീറോ എമിഷൻസ് ബൈ 2070. സോ നമുക്ക് ഈ രണ്ട് ടാർഗറ്റും ഫില്ല് ചെയ്യാനുണ്ട്. ചൈനീസ് ഡിപ്പെൻഡൻസി കുറയ്ക്കുക, നെറ്റ് സീറോ എമിഷൻ ബൈ 2070 അച്ചീവ് ചെയ്യുക. ഇത് രണ്ടിനും നമുക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു റിലേഷനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പും ഇന്ത്യയിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് വാട്ട് ഷുഡ് വി ഡു? വി ക്യാൻ ആക്ച്വലി റെപ്ലിക്കേറ്റ് അർജൻറ്റീന മോഡൽ. അർജൻറ്റീന മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ കോൾ ഇന്ത്യ ലിമിറ്റഡ് ഒരു MOU സൈൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതുപോലുള്ള MOUs സൈൻ ചെയ്യുക. ബിക്കോസ് അർജൻറ്റീന പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ പ്രൈവറ്റൈസേഷൻ ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. അതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോയിട്ട് റിലേഷൻസ് ബിൽഡ് ചെയ്യാം. ഒന്നത്. രണ്ട്, ഇപ്പോഴും ബൊളീവിയയിലെ ഒത്തിരി റിസോഴ്സ് ഉണ്ടെങ്കിലും അൺടാപ്ഡ് ആണ്. സോ അവിടെ അൺടാപ്ഡ് ആയി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ടെക്നോളജിക്കൽ ഡെഫിസിറ്റ് അവർക്കുള്ളതുകൊണ്ടാണ്. സോ നമ്മുടെ പ്രൈവറ്റ് പ്ലെയേഴ്സ് അവിടെ, അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് പ്ലെയേഴ്സ് അവർക്ക് ടെക്നോളജി ട്രാൻസ്ഫർ നടത്തിക്കൊണ്ട് ലിവറേജ് ഉണ്ടാക്കണം. എങ്ങോട്ട്? ലിവറേജിങ് കൺട്രീസ് ലൈക്ക് ബൊളീവിയ. സോ ദാറ്റ് നമ്മൾ അവരുടെ ടെക്നോളജിക്കൽ ഡെഫിസിറ്റ് മാറ്റി കൊടുക്കുകയും ഒരു ഏർലി ബേർഡ് അഡ്വാൻറ്റേജ് ഉണ്ടാവുകയും ചെയ്യും. ഏർലി ബേർഡ്
അഡ്വാൻറ്റേജ് ഫോർ ഇന്ത്യ. എങ്ങനെ? നമ്മൾ ടെക്നോളജിക്കൽ ഡെഫിസിറ്റ് മാറ്റിക്കൊടുത്തുകൊണ്ട് മൈനിങ് പ്രോസസ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് കിട്ടുകയാണ്. സോ ദാറ്റ് ഇസ് ഹൗ വി ക്യാൻ ആക്ച്വലി മാനേജ് ദിസ്. ഇനി ഇത് മാത്രമല്ല, ഇന്ത്യ ഡീക്ലാസിഫൈഡ് ലിത്തിയം ആസ് ആറ്റോമിക് മിനറൽ. ഇറ്റ് വാസ് ആൻ ആറ്റോമിക് മിനറൽ, നൗ ഇറ്റ് ഇസ് ഡീക്ലാസിഫൈഡ്. ആറ്റോമിക് മിനറൽ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഡീക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഇന്ത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇന്ത്യക്ക് ആ ഒരു ട്രാൻസിഷനിൽ ഇന്ത്യയും ഭാഗമാണ്. സോ ഈ വക കണ്ടൻറ്റാണ് നമ്മൾ അതിനകത്ത് ഈ ഒരു ആൻസറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് എന്തൊക്കെയാണ് അർജൻറ്റീനയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ലിഥിയം ട്രയാങ്കിൾ കൺട്രീസിൽ നടക്കുന്ന ചേഞ്ചസ് എന്താണ്, മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ഷിഫ്റ്റ് എന്താണ്, നമ്മുടെ രാജ്യങ്ങളിൽ നടക്കുന്ന ഷിഫ്റ്റ് എന്താണ്. സോ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യുന്നത് ജോഗ്രഫി മാത്രമല്ല, ജോഗ്രഫിയും അല്പം ജിയോ പൊളിറ്റിക്സും ഒരു ഇൻ്റർ ലിങ്കേജ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ദിസ് ഇസ് ഹൗ യു ഷുഡ് അഡ്രസ് ദിസ് ക്വസ്റ്റ്യൻ.